ഉണ്ടോ? ഞാനിന്ന് കേട്ടത് കെ സുരേന്ദ്രൻ രമേശ് ചെന്നിത്തല പ്രതികരിച്ചതിന് ശേഷം പ്രതികരിക്കാവുന്ന ഒരു നിലപാടിലാണ് അദ്ദേഹം ഇന്ന് വ്യക്തമായി കാര്യങ്ങൾ പറയാതെ പോയി എന്നുള്ളതാണ്. അപ്പോൾ അത്രയും സാവകാശം മറ്റുള്ളവരുടെ കാര്യത്തിലൊക്കെ BJP എടുക്കുന്നത് അങ്ങ് കണ്ടിട്ടുണ്ടോ ഷിറിയാസ്? അതിൽ നിന്ന് തുടങ്ങാം. തീർച്ചയായും രണ്ടുപേരും കോൺഗ്രസ് BJP പ്രതിനിധികൾ വളരെ ഗൗരവമേറിയ ചില പ്രശ്നങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. അത് പറയാൻ എനിക്ക് സമയം തരണം. കാരണം രണ്ടും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് നേരെയാണ്. അപ്പോൾ അത് ഞാൻ തന്നെയാണല്ലോ മറുപടി പറയേണ്ടത്. അപ്പോൾ അത് തടയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഒന്ന്, കോൺഗ്രസ് പ്രതിനിധി പറഞ്ഞത് വെച്ച് ഞാനിപ്പോൾ തുടങ്ങുന്നില്ല, ലാല് ചോദിച്ചതുകൊണ്ട്. പക്ഷെ ഒന്ന് ഞാൻ പറഞ്ഞേക്കാം, ഈ സോളാർ അഴിമതി മുമ്പുണ്ടായപ്പോൾ KPCC യോഗത്തിൽ ചിലർക്കെതിരെ ചില ആരോപണങ്ങൾ ഉന്നയിച്ച ശീലം വെച്ച് ചാനൽ ചർച്ചയിൽ വന്ന് എന്തെങ്കിലും വിളിച്ച് പറയരുത്. ഇവിടെ BJP പ്രതിനിധി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. അതിലൊന്ന് DYFIയെ കുറിച്ചാണ്. അപ്പോൾ അത് പറയാതെ പോകാൻ പറ്റില്ല. DYFI എന്ത്, DYFI ഭാരവാഹികൾ എങ്ങനെ ഇടപെടുന്നു എന്നൊക്കെ നാട്ടിലെ ജനങ്ങൾക്കറിയാം. പൗരത്വ പ്രശ്നം വന്നപ്പോൾ ഇന്ത്യയുടെ തലസ്ഥാനത്തും ഇന്ത്യയുടെ വിവിധ നഗരങ്ങളിലും DYFIയുടെ ഉത്തരവാദിത്തപ്പെട്ട സഖാക്കൾ അറസ്റ്റ് വരിച്ചിട്ടുണ്ട്, മർദ്ദനമേറ്റിട്ടുണ്ട്. മോദിയുടെ നാടായ ഗുജറാത്തിൽ സഞ്ജയ് ഭട്ടിന് ഒരു പ്രയാസം വന്നപ്പോൾ അറസ്റ്റ് ചെയ്ത് അവരുടെ ഭാര്യ പോരാട്ടം നടത്തിയപ്പോൾ അവിടെ ഓടിയെത്തിയത് DYFIയുടെ അഖിലേന്ത്യാ കേന്ദ്രത്തിലെ സഖാക്കളാണ്. വെള്ളത്തൊപ്പി തലയിൽ ധരിച്ചതിന് മുസൽമാനായ പാവം ജുനൈദിനെ ട്രെയിനിൽ വെച്ച് തല്ലിക്കൊന്ന് പുറത്തെറിഞ്ഞപ്പോൾ ജുനൈദിന്റെ വീട്ടിൽ ഓടിയെത്തി ആ കുടുംബത്തെ സഹായിച്ചത് DYFI ആണ്. തമിഴ്നാട്ടിൽ വെടിവെപ്പ് നടത്തിയല്ലോ, ആ വെടിവെപ്പിന്റെ ഭാഗമായി തൂത്തുക്കുടിയിൽ ശരീരത്തിൽ നിന്നും ചോര ചിതറിയ ഘട്ടത്തിൽ അവിടെ പ്രതിരോധം തീർക്കാൻ ഓടിയെത്തിയത് DYFI ആണ്. ഒരു ദളിത് ചെറുപ്പക്കാരനെ തമിഴ്നാട്ടിൽ കൊലപ്പെടുത്തി അശോകിനെ, അവിടെയും എത്തിയത് DYFI ആണ്. ഇനിയും എത്രയോ പറയാനുണ്ട്, എത്രയെത്ര വേണമെങ്കിലും പറയാൻ ഞാൻ തയ്യാറാ. ഗൗരി ലങ്കേഷ് കൊല്ലപ്പെട്ടപ്പോൾ ആദ്യം ഓടിയെത്തി അവിടെ പ്രക്ഷോഭത്തിന് നേതൃത്വം കൊടുത്ത് എല്ലാവരെയും യോജിപ്പിച്ചത് DYFI ആണ്. അപ്പൊ അതിലേക്ക് പോകണ്ട. രണ്ട്, CPIMന്റെ സംസ്ഥാന സെക്രട്ടറി രാഷ്ട്രീയം പറയുമ്പോൾ തിരിച്ച് രാഷ്ട്രീയം പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിച്ചിട്ടില്ല. അദ്ദേഹം എന്താ വിചാരിച്ച് പ്രതിപക്ഷ നേതാവ് CPIMന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനെ കുറിച്ച് വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞാൽ പേടിച്ച് ചൂളിപ്പോകുന്നയാളാണ് സഖാവ് കോടിയേരി എന്നാണോ? അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ SFI നയിച്ച വ്യക്തിയാണ്. അങ്ങനെ വ്യക്തിപരമായി എന്തെങ്കിലും പറഞ്ഞ് ചൂളിപ്പോകുന്നവരല്ല കമ്മ്യൂണിസ്റ്റുകാർ, കോടിയേരിയും. അതൊക്കെ നന്നായി അറിയുന്നവരാ. രാഷ്ട്രീയത്തെ രാഷ്ട്രീയമായി നേരിടാനുള്ള മാന്യത കാട്ടേണ്ടതുണ്ട്. ഇവിടെ രമേശ് ചെന്നിത്തലക്കെതിരെ കോടിയേരി പറഞ്ഞത് എന്ത് എന്ന് കേട്ടവരുണ്ട്. ഞാനത് ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അത് രമേശ് ചെന്നിത്തലയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണല്ലോ അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. ആ പ്രതികരണത്തിൽ കോടിയേരിയെ വ്യക്തിപരമായി അറ്റാക്ക് ചെയ്യാനാണ് രമേശ് ചെന്നിത്തല ശ്രമിച്ചത്. രമേശ് ചെന്നിത്തലയെ BJPയുടെ സംസ്ഥാന അധ്യക്ഷനൊക്കെ സുഖിപ്പിച്ചതുപോലെ സുഖിപ്പിക്കുകയായിരുന്നെങ്കിൽ കോടിയേരിക്കെതിരെ രമേശ് ചെന്നിത്തല വ്യക്തിപരമായി പ്രതികരിക്കില്ലായിരുന്നല്ലോ. അപ്പൊ കോടിയേരിയുടെ പത്രസമ്മേളനം രമേശ് ചെന്നിത്തലക്ക് കൊണ്ടു. രമേശ് ചെന്നിത്തല എന്ന കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇതുവരെയും ആരോപണങ്ങൾ ഇങ്ങനെ ലൈസൻസ് ഇല്ലാതെ പറഞ്ഞ് ശീലമേ ഉള്ളൂ. തിരിച്ചൊരു ആരോപണം വന്നപ്പോഴേക്കും ചൂളിപ്പോയി, പതറിപ്പോയി. അതാണ് പ്രശ്നം. അപ്പോ വ്യക്തിപരമായ ആരോപണം ഉന്നയിച്ച് രാഷ്ട്രീയമായ ആരോപണത്തെ തടുക്കാൻ പറ്റില്ല. അത് പറയുന്നവർ ചെറുതാവുകയുള്ളൂ. അത് അതിലുള്ള കാര്യം. രണ്ട്, BJP സംസ്ഥാന അധ്യക്ഷൻ സെക്രട്ടേറിയറ്റിൽ തീപിടുത്തം ഉണ്ടായപ്പോൾ സ്പോട്ടിൽ അവിടെ എത്തിയ ആളാണ്. സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ കസ്റ്റംസിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഫോൺ വിളിച്ചെന്ന് പറഞ്ഞ വ്യക്തിയാണ്. എത്രയെത്ര പത്രസമ്മേളനം കേരളത്തിൽ രമേശ് ചെന്നിത്തലക്കൊപ്പം പത്രസമ്മേളനത്തിന്റെ കാര്യത്തിൽ മത്സരം നടത്തിയ ആളാണ്. ഈ വിഷയത്തിൽ 30 മണിക്കൂർ കഴിഞ്ഞു. 30 മണിക്കൂർ കഴിഞ്ഞു ഈ വിഷയത്തിൽ. നാളെ പ്രതികരിക്കുന്ന പറഞ്ഞത്. എന്തേ മറ്റു വിഷയങ്ങൾ പോലെ ഈ വിഷയത്തിൽ താല്പര്യം എടുക്കാത്തത്? അവിടെയാണ് ഞാൻ പറഞ്ഞത് BJP നേതൃത്വവും കോൺഗ്രസ് നേതൃത്വവും ഒരു നെക്സസ് ആയി പ്രവർത്തിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് പലപ്പോഴും BJP സംസ്ഥാന പ്രസിഡന്റ് ഉന്നയിക്കുന്ന ആരോപണം ഏറ്റെടുത്തുകൊണ്ട് പ്രതിപക്ഷ നേതാവ് മുന്നോട്ട് വരുന്നത്, കോൺഗ്രസ് പ്രവർത്തകരെ തെരുവിലിറക്കുന്നത്. അതിലെനിക്ക് അത്രേ പറയാനുള്ളൂ. അത് ബാക്കി കാണുന്ന പ്രേക്ഷകർക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെടുന്നതാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇവിടെ കുറെ കാര്യങ്ങൾ ആരോപണമായി വന്നു, കുറെ വിഷയങ്ങൾ ഏറ്റെടുത്ത് പറഞ്ഞു. പ്രതിപക്ഷ നേതാവ് ഇവിടെ പറഞ്ഞു എന്താണ്, ഒരു ഓർഡിനൻസ് കൊണ്ടുവരാൻ വേണ്ടി പോകുന്നുണ്ട് ശ്രീ അജയ് തറയിൽ. CBI നമുക്കറിയാം ഡൽഹി സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആക്ട് 1946ന്റെ ഭാഗമാണ്, 1948ന്റെ ഭാഗമാണ്. അതിലെ സെക്ഷൻ 6 അങ്ങൊന്ന് വായിക്കണം. ആ സെക്ഷൻ 6-നകത്ത് CBI ഒരു സംസ്ഥാനത്ത് എങ്ങനെ ഇടപെടാമെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ജനറൽ കൺസെന്റ് ഉണ്ട്, പൊതുസമ്മതം. ആ ജനറൽ കൺസെന്റ് അഥവാ പൊതുസമ്മതം എപ്പോൾ വേണമെങ്കിലും പിൻവലിക്കാം. താങ്കളുടെ പ്രസ്ഥാനം ഭരിക്കുന്ന രാജസ്ഥാനിൽ അങ്ങനെ പിൻവലിച്ചതാണ്. CBIയെ കാലുകുത്താൻ അനുവദിച്ചില്ല. അങ്ങനെ ഒരു നിലപാടാണോ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ എടുത്തിട്ടുള്ളത്? അങ്ങനെ ഒരു നിലപാടല്ല എടുത്തിട്ടുള്ളത്. പിന്നെ
കൂടുതൽ മറ്റു കാര്യത്തിലേക്ക് ഞാൻ പോകുന്നില്ല. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം നന്നായി പോരാടുന്നുണ്ട് എന്ന് ഓഗസ്റ്റ് 5, 2020 അയോധ്യ ക്ഷേത്രത്തിന്റെ തറക്കല്ലിടലിൽ 11 വെള്ളി ഇഷ്ടിക മധ്യപ്രദേശിലെ സംസ്ഥാന കമ്മിറ്റി അയച്ചു കൊടുത്തപ്പോൾ സ്വർണ്ണ ഇഷ്ടിക അയച്ചു കൊടുക്കാൻ മത്സരിച്ച കേരളത്തിലെ നേതാക്കന്മാരുടെ നിലപാടും, ദില്ലി വംശീയഹത്യയുടെ ഘട്ടത്തിൽ അത് പ്രതിരോധിക്കാൻ പോയതിന് സീതാറാം യെച്ചൂരിയും വൃന്ദാക്കാരാട്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടതും കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട്. കർഷക സമരത്തിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടവരിൽ കേരളത്തിൽ നിന്നുള്ള 2 MP-മാരുണ്ട്, സഖാക്കൾ എളമരം കരീമും KK രാഗേഷും. ഒരു കോൺഗ്രസ് MP-യുടെ പേര് താങ്കൾക്ക് പറയാൻ വേണ്ടി പറ്റുമോ? കർണാടകയിലെ മഹത്വത്തെക്കുറിച്ച് താങ്കൾ വിളമ്പി. കർണാടകയിലെയും അതുപോലെ തന്നെ മധ്യപ്രദേശിലെയും ഗോവയിലെയും കോൺഗ്രസ് MLA-മാർ ഉറങ്ങാൻ നേരത്ത് കോൺഗ്രസ് ആണെങ്കിൽ പിറ്റേന്ന് രാവിലെ എഴുന്നേൽക്കുമ്പോൾ BJP ആയ കഥ നമുക്കറിയാം. അവരെ ഭയപ്പെടുത്തിയത് ദേശീയ അന്വേഷണ ഏജൻസികളെ കാട്ടിയിട്ടാണെങ്കിൽ ഇവിടെ കോൺഗ്രസിലെ സംസ്ഥാന നേതാക്കന്മാരെ പലരും ദേശീയ അന്വേഷണ ഏജൻസിയെ ഭയപ്പെട്ട് BJPക്ക് വേണ്ടി കോൺഗ്രസിനെ ഒറ്റുകൊടുക്കുന്നു എന്നൊരു വസ്തുത കൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്.